അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. എൻ്റെ പേര് ലീജ. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ഈ ഉടമ്പടി ഏപ്രിൽ 22 എടുത്തിരുന്നത്. 2019 എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നുള്ള പറയാം. 2019 ആ ഒരു സമയത്ത് ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. എൻ്റെ അമ്മയാണ് എനിക്ക് ഈ ഉടമ്പടി പത്രം എനിക്ക് കൊണ്ടുതരുന്നത്. അമ്മ അത് കൊണ്ടു തന്നപ്പോഴത്തേന് എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ അല്ല, വെളിയിലാണ്. അപ്പം അമ്മ അവിടെ പഠിച്ച് വളർന്നേക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് മലയാളം വായിക്കാൻ അറിയില്ല. അപ്പം അമ്മ ഇവിടെ വന്നു. അമ്മയുടെ സിസ്റ്ററിൻ്റെ മോളാണ് ഇവിടെ കൊണ്ടുവന്നത്. അവിടെ വന്ന് അമ്മ പ്രാർത്ഥിക്കുകയും എടുക്കുകയും ചെയ്തു. ആ പത്രം എനിക്ക് കൊണ്ടു തന്നു. നീ അതൊന്ന് വായിക്ക്, നിനക്ക് സമാധാനം കിട്ടുമെങ്കിൽ അത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. ഞാനത് വായിച്ചു. അന്നേരത്തെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ജീവിക്കണോ മരിക്കണോ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേനാണ് എനിക്കത് കിട്ടിയത്. ഞാനത് വായിച്ചു. ഞാൻ സാക്ഷ്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ കണ്ടു. പക്ഷേ എനിക്ക് വരാവുന്ന സാഹചര്യത്തിലല്ല. അതൊരു 2018 ലാസ്റ്റോടുകൂടി എനിക്ക് ഈ പത്രം കിട്ടുന്നത്. പക്ഷേ എനിക്ക് വരാവുന്ന സാഹചര്യമല്ലായിരുന്നു. പക്ഷെ ഞാനിതെന്നും കാണുകയും എടുക്കുകയും എൻ്റെ യൂട്യൂബിൽ കൂടെ വീട്ടിലിരുന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടത് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2019 ഏപ്രിൽ 22 ഞാൻ ഇവിടെ വരുന്നത്. വരുന്നതിന് മുമ്പായിട്ട് ഏപ്രിൽ 14 എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടേയും വന്നു. അതിനുശേഷമാണ് എനിക്കിവിടെ വരാൻ പറ്റിയത്. പക്ഷേ ആ ഏപ്രിൽ 14 മുമ്പ് വരെ ഞാൻ അവിടെ സഫർ ചെയ്തത്, എങ്ങനെ എന്നെ ശക്തീകരിച്ചത് എൻ്റെ മാതാവാണെന്നുള്ളത് അന്നേരം എനിക്കറിയില്ല. കാരണം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ആന്തരികമായിട്ടുള്ള ശക്തി ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ 6 നിയോഗം വെച്ചു. 6 നിയോഗത്തിൽ ഞാൻ എൻ്റെ അനിയത്തിക്ക് 1 മാസമായിട്ടൊരു അലർജിയുടെ ഇതുണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് നിപ്പിൽ തന്നെ ഒരു ഈവനിങ് ടൈം ആയി കഴിയുമ്പോൾ ശരീരം മുഴുവൻ തടിച്ചു പൊങ്ങി മുഖം ഉൾപ്പെടെ തടിച്ചു പൊങ്ങി ഒരു വികൃതമായ ഒരു രൂപമാവും. വീണ്ടും ആശുപത്രി കൊണ്ടുപോകും. എന്താണെന്നുള്ളത് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പല ടെസ്റ്റുകളും ചെയ്തു നോക്കി. പക്ഷേ എന്താണെന്നുള്ളത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഫുഡിൽ നിന്നാണോ എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല. അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്ന് നിനക്ക് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാം, നമുക്കതിൽ മാറ്റം വരുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് അവളുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ നമ്മുടെ ഉടമ്പടി തൈലം വെച്ചിട്ട് അവളുടെ മുഖത്തും അവളുടെ ശരീരത്തിലെല്ലാം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മരുന്ന് അവൾക്ക് 1 മാസത്തേന് വീണ്ടും കൊടുത്തു ഡോക്ടർ. ഞാൻ പറഞ്ഞു, നീ ഇന്നലെ വരെ കഴിച്ചല്ലോ, ഇന്ന് മുതൽ നീ കഴിക്കണ്ട. ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് നോക്കാം, നമുക്കൊരു 3 ദിവസം നീ ഒന്ന് ക്ഷമിക്കും മരുന്ന് കഴിക്കാതെ. അങ്ങനെ ആ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഒരു മരുന്നും കഴിക്കാതെ ആ 1 മാസത്തെ മരുന്ന് അതുപോലെ തന്നെ വീട്ടിലിരിക്കുവാണ്. അത് കഴിക്കാതെ തന്നെ അവൾക്ക് പൂർണ്ണ സൗഖ്യവും കിട്ടി. പിന്നെ ഞാൻ വെച്ചിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെച്ചിരുന്നത്. മോന് നല്ല ബുദ്ധി കൊടുക്കണം. കാരണം ഞാൻ അവിടെ ജീവിക്കുമ്പോഴത്തേന് എൻ്റെ മോൻ പോലും എനിക്കൊരു സപ്പോർട്ടല്ലാത്ത രീതിയിലാണ്. കാരണം ഞാൻ അവിടെ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 14 ശേഷം ഏപ്രിൽ 14 ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഇറങ്ങിയതിന് ശേഷമാണ് എൻ്റെ മോന് ഞാൻ എന്താണെന്നുള്ളതും തിരിച്ചറിയാൻ എൻ്റെ ഒരു സ്നേഹം അവന് മനസ്സിലാക്കി തുടങ്ങിയതും അന്ന് മുതലാണ്. പക്ഷേ അതൊന്നും മാതാവ് എന്നെ സഹായിച്ചതാണ് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ നിയോഗത്തിൽ അങ്ങനെയൊന്നും വെച്ചിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് എന്നെ ഇവിടുന്ന് ഈ ഇന്ത്യയിൽ തന്നെ വെളിയിലേക്ക് കൊണ്ടുപോയി. എനിക്കങ്ങനെ ഉടമ്പടിയിൽ എനിക്ക് പൂർണ്ണമായിട്ടും ആ രീതിയിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ഞാൻ മുടങ്ങാതെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ 2024 ഫെബ്രുവരി ഞാനിവിടെ വന്ന് ഉടമ്പടി വീണ്ടും പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ കഴിഞ്ഞത്. കാരണം ഞാൻ പിന്നെ മുടങ്ങാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞേക്കുന്നതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി. വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതും വൈകുന്നേരം പ്രാർത്ഥിക്കുന്നതും ബൈബിള് വായിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനും എല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് ഞാൻ താമസിക്കുന്നത് ലീസിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്.
ലീസിൽ 10 ലക്ഷം രൂപയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നിടത്ത് കഴിഞ്ഞ 2023 ജൂണിലാണ് താമസിച്ച് തുടങ്ങിയത്. എഗ്രിമെൻ്റ് എഴുതി സൈൻ ചെയ്തപ്പം ഓണർ പറഞ്ഞു ഒറിജിനൽ ഞങ്ങളാണ് വെക്കേണ്ടത്, നിങ്ങൾക്ക് കോപ്പിയാണ് തരുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു 10 ലക്ഷം രൂപ നമ്മളല്ലേ തന്നത്, അപ്പം നമ്മളല്ലേ വെക്കേണ്ടത്. അപ്പം പറഞ്ഞു വേണ്ട, 11 മാസത്തെ എഗ്രിമെൻ്റില്ല, നമുക്കത് പുതുക്കാം, അന്നേരത്തേന് നമ്മൾ തന്നെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. അവർ വെച്ചു. നമുക്കറിയില്ലായിരുന്നു, നമ്മൾ കോപ്പി വെച്ചു. ഇത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യവും നമുക്കറിയില്ലായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി പറഞ്ഞു എനിക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് കാരണം ഇത് കൊടുക്കുവാണ് ഈ വീട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേറെ നോക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറയില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉള്ള രീതിയിൽ തന്നെയാണ് നോക്കുന്നത്, ആരെങ്കിലും ഇത് മേടിച്ച് ഒരു അസറ്റായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ നോക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ സേഫായിട്ടുള്ള രീതിയിലേ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ജാനുവരി ഒക്കെ ആയപ്പം വീണ്ടും പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മാർച്ചോട് കൂടി മാറേണ്ടി വരും, ഒരു ജപ്തിയുടെയൊക്കെ ഒരു ഇതിലേക്ക് വന്നേക്കുവാണ്, അപ്പം ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജാണെന്ന് പറഞ്ഞു. അങ്ങനെയായി വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനുവരി തൊട്ട് ഞാൻ വീടുകൾ നോക്കി തുടങ്ങി. പക്ഷേ ഈ 10 ലക്ഷം രൂപ എന്ന് തരുമെന്നുള്ള കാര്യം പുള്ളി പറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും എന്നോട് പറഞ്ഞു മാർച്ച് 15 ഒക്കെ ആകുമ്പോഴത്തേനും ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എന്നാൽ പേയ്മെൻറ്റ് തരുന്ന ഡേറ്റ് പറയാമെങ്കിൽ എനിക്കൊന്ന് നോക്കി തുടങ്ങിയാൽ അവർക്ക് അഡ്വാൻസ് കൊടുക്കാമായിരുന്നു. പക്ഷേ പുള്ളി അത് പറയുന്നില്ല, ഡേറ്റ് എന്നോട് പറയുന്നില്ല. മാർച്ച് 15 എന്നുള്ള ഡേറ്റ് കിട്ടിയപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷനായി. ഞാൻ പിന്നെ ഡേറ്റ് വെച്ച് മാർച്ച് 15 എന്നുള്ള ഡേറ്റ് വെച്ച് മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ പ്രാർത്ഥിച്ച സമയത്ത് മാർച്ച് 15 എന്ത് നടക്കും, എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനാണ്. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. എവിടെ പോകും, എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനാണ്. അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, അവർ വെളിയിലാണ്, ഞങ്ങൾക്കിവിടെ വേറെ വീടുമില്ല, എങ്ങോട്ട് പോകുമെന്നും അറിയത്തില്ല. അങ്ങനെ ഇരുന്ന ആ ഒരു സമയത്ത് മാർച്ച് 15 ഓഫീസിലാണെങ്കിൽ ഞാൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയും എനിക്ക് അതിൻ്റേതായ പ്രഷർ, 2 മാസമായിട്ട് ഞാൻ ടാർഗറ്റ് കാര്യങ്ങളായിട്ടില്ല, അതിൻ്റെ പ്രഷറിലായപ്പോൾ 3-ാം മാസം ആയപ്പോഴത്തേന് ഞങ്ങളുടെ സാറ് തന്നെ പറഞ്ഞു എങ്ങനെയാണ് ഈ മാസം നടക്കുമോ. ഞാൻ പറഞ്ഞു കൂളായിട്ട് ഞാൻ പറഞ്ഞു ഈ മാസം 15-ാം തീയതിക്കുള്ളിലായിട്ട്, മാർച്ചിലാണ് പറയുന്നത്, മാർച്ച് 15-ാം തീയതിക്കുള്ളിലായിട്ട് ടാർഗറ്റ് ആകും, ഞാനും ഉണ്ട് വേറൊരു കുട്ടിയുണ്ട്, ഞങ്ങൾ 2 പേരും ടാർഗറ്റ് ആകുമെന്ന് പറഞ്ഞു. പക്ഷെ അതെന്ത് ഉറപ്പിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. ഞാനൊരു ക്യാഷ്വൽ ഇതായിട്ടാണ് പറഞ്ഞത്. പക്ഷെ അത് പുള്ളി അത് എടുത്തിരുന്നത് 15-ാം തീയതി വരെ നോക്കിയിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെ മാറ്റാം എന്നുള്ള കണക്കിലാണ് പുള്ളി ഇരുന്നത്. അത് നമുക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മാനേജർ പറഞ്ഞു എങ്ങനെയത് നടക്കുമോ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളോട് 2 പേരോടും പറഞ്ഞു നിങ്ങൾ വേറെയും കൂടെ നോക്കിക്കോ, പുള്ളി അതേപോലെ പ്രഷർ തരുന്നുണ്ട്, അപ്പം നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് മാർച്ച് 15-ാം തീയതി ഇവിടെ വീട് മാറേണ്ട ഒരവസ്ഥയാണ്, പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല, ഇവിടെ ജോലിയുടെ പ്രശ്നത്തിലും നിൽക്കുന്നു. അങ്ങനെ നിന്ന സമയത്താണ് മാർച്ച് 15-ാം തീയതി ആയപ്പോൾ തന്നെ വീടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ആയില്ല. പക്ഷേ ഈ 15-ാം തീയതി എന്നുള്ളൊരു ഡേറ്റ് ആയപ്പോഴത്തേനും 10-ാം തീയതി ആയപ്പോൾ വീണ്ടും വന്ന് സാറ് ചോദിച്ചു എന്തെങ്കിലും നടക്കുമോ. ഞാൻ പറഞ്ഞു സമയമായിട്ടില്ല, 15-ാം തീയതി ഇനിയും ഉണ്ടെന്ന് പറഞ്ഞു. 15-ാം തീയതി തന്നെ നോക്കി നിൽക്കുവാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ വരും. കറക്റ്റ് 15-ാം തീയതി ഉച്ചയായപ്പോഴത്തേന് തന്നെ എനിക്ക് 4 അഡ്മിഷൻ വന്ന് എൻ്റെ ടാർഗറ്റിന് എബോവ് ആയി. അഡീഷണൽ വന്നത് മറ്റേ കുട്ടിക്കും ഇട്ടുകൊടുത്ത് ആ കുട്ടിയും ടാർഗറ്റായി. 15-ാം തീയതിക്കുള്ളിൽ ഇത്രയും വലിയ ക്രിട്ടിക്കൽ സിറ്റുവേഷനാണെന്നുള്ളത് എന്നേക്കാളും കൂടുതലും എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കുമായിരുന്നു അറിയാമായിരുന്നത്. അപ്പം ഏറ്റവും ആവശ്യം, വീടിനേക്കാളും ആവശ്യം ജോലിയുടെ നിലനിൽപ്പായതുകൊണ്ട് മാതാവും ഈശോയും എന്നെ ആദ്യം ഞാൻ പറഞ്ഞ വാക്ക് എന്നെ ഏറ്റെടുത്ത് നടത്തി എനിക്ക് സഹായിച്ച് അതിന് ഒരുപാട് മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. 15-ാം തീയതി കഴിഞ്ഞ് 30-ാം തീയതി ആയിട്ടും 10 ലക്ഷം രൂപ തരുന്നതിനെക്കുറിച്ച് പുള്ളി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ടെൻഷനായി തുടങ്ങി. എന്തായി, പുള്ളി കൊടുത്തോ ഇല്ലയോ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ സ്ഥലം കൊടുത്തോ. പറഞ്ഞു ഞങ്ങളത് രജിസ്ട്രേഷൻ ആയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു രജിസ്ട്രേഷൻ ആയിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ പേയ്മെൻറ്റ് തരാത്തത്. അത് തരാം, കുറച്ചും കൂടെ കിട്ടാനുണ്ട്. അങ്ങനെ നമ്മളെ ഇങ്ങനെ ഒരു കാര്യങ്ങളും ഒന്നും വിട്ടു പറയാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഏപ്രിൽ 1st വീക്ക് ആയപ്പോഴത്തേനും ഈ പെരുന്നാളിൻ്റെ അന്ന് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് അവധിയാണ്. അപ്പോൾ ആ പുള്ളി എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു പെരുന്നാളിൻ്റെ അന്ന് ഞാൻ അങ്ങോട്ട് വീട്ടിൽ വരാം, നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വർക്കിംഗ് ആണ്, അതുകൊണ്ട് വൈകിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇവിടെ വരണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത്. ഞാൻ അതുപോലെ ഇവിടെ വന്ന്, കാരണം ഒന്നും സംഭവിക്കില്ല, ഞാൻ ഉടമ്പടിയിലാണല്ലോ, എൻ്റെ മാതാവും ഈശോയും എന്നെ കാക്കുമെന്നുള്ളത് പ്രതീക്ഷയാണെന്ന് എൻ്റെ. പക്ഷേ പുള്ളി വൈകിട്ട് വന്നു, എൻ്റെ ബ്രദറും എല്ലാവരും വന്നു. സംസാരിച്ചപ്പോഴത്തേന് പുള്ളി ഓൾറെഡി ഒരാൾക്ക് കൊടുത്തു, അവർക്ക് രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവർക്കും ഏപ്രിൽ ആദ്യം തന്നെ 1st വീക്കിൽ ഇവിടെ താമസിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ മാറുകയും വേണം. 10 ലക്ഷം രൂപ തരാനുള്ള
മാർഗം പുള്ളിക്കില്ല. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാത്തത് കൊണ്ട് ഡോക്യുമെൻറ്റേഷൻ അത് വാലിഡും അല്ല. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങോട്ട് പോകുമെന്നറിയത്തില്ല, ആരുടെ അടുത്ത് പോകുമെന്നും അറിയത്തില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ്. അങ്ങനെ നിന്നപ്പോഴത്തേന് ഞാൻ പിറ്റേ ദിവസം ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം അതിൻ്റെ ശരിക്കുമുള്ള ഓണർ അവിടെ വന്നു കാര്യങ്ങൾ അറിയാൻ വേണ്ടി. കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞിരുന്നത് ബാങ്ക് ത്രൂ ആണ് ഈ രജിസ്ട്രേഷനും കാര്യങ്ങളും ഈ കച്ചവടം എല്ലാം നടന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും അല്ലായിരുന്നു. ഇവർ തമ്മിൽ ഡയറക്റ്റ് തന്നെയായിരുന്നു. അതിൻ്റെ അകത്തൊരു ബ്രോക്കറോ അങ്ങനെയൊന്നും ഇല്ലാതെ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. സത്യാവസ്ഥ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പേയ്മെൻറ്റും കൂടെ കിട്ടണം, കിട്ടാതെ മാറാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ ലീഗലി മൂവ് ചെയ്യാമെന്നുള്ള രീതിയിൽ പുതിയ ഓണർ പറഞ്ഞു. പുതിയ ഓണർ ലീഗലി പോയാലും പഴയ ഓണർക്ക് അവരുടെ ലോൺ തീർന്നു, പുതിയ ഓണർക്ക് അവരുടെ ആധാരവും കൈ കിട്ടി. ഒന്നുമില്ലാതെ നിൽക്കുന്നത് നമ്മളാണ്. 10 ലക്ഷം രൂപയും പോയി, വീടുമില്ല. അങ്ങനെ നിന്നപ്പോഴത്തേന് ഞാൻ 12-ാം തീയതി ആയപ്പോൾ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. കാരണം ഈ ഏപ്രിൽ 22-ാം തീയതി ആകുമ്പോഴത്തേന് 5 വർഷം തികയും ഞാൻ ഉടമ്പടി എടുത്തിട്ട്. മാതാവേ, ഞാൻ ഇത്രയും നാളും നിന്നെ വിട്ട് ഞാൻ എങ്ങും പോയിട്ടില്ല. എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത്രയും കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ, കാരണം ഒരാൾ സപ്പോർട്ടിനായിട്ട് വേറെ ആരുമില്ല, എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു അങ്കലാപ്പിലിരിക്കുവാണ്. അങ്ങനെ ഇരുന്ന് പലരും പല രീതിയിൽ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്ക്, അഡ്വക്കേറ്റിനെ കാണ്, ഇതിനെല്ലാത്തിനും പോകണമെങ്കിൽ ഞാൻ തന്നെ പോകണം. അഡ്വക്കേറ്റിനെ കാണുകയാണെങ്കിലും അതിനുള്ള പേയ്മെൻറ്റ് ഞാൻ തന്നെ കൊടുക്കണം. ഈ ഒരു വരുമാനത്തിൽ നിന്ന് വേണം എനിക്ക് അഡ്വക്കേറ്റിനെ കൊടുക്കാനും എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ പോകാനും എല്ലാം ചെയ്യാൻ വേണ്ടി. വാടകയ്ക്ക് താമസിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ ലീസിന് പോയി താമസിച്ചത്. അതിപ്പം ഇതിനേക്കാളും വലിയ ഇതായി. അങ്ങനെ 22-ാം തീയതി ഞാൻ ഡേറ്റ് വെച്ച് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പക്ഷേ ആ 22-ാം തീയതി വരെ എനിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും പലരും പ്രഷറാണ്. പഴയ ഓണർ വിളിക്കുന്നില്ല, പുതിയ ഓണർ വിളിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. നിൽക്കാൻ വരാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഇന്നിവിടെ വരും എന്നുള്ളത് ഞാൻ ഇന്നലെ തീരുമാനിച്ചു. കാരണം എനിക്ക് അച്ഛനെ വന്ന് കാണണം. എന്ത് ചെയ്യണം? ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കണോ? പലരും കുറേ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കണം. പക്ഷെ കൊടുക്കാൻ വേണ്ടി എൻ്റെ മനസ്സ് അനുവദിക്കുന്നുമില്ല. എന്ത് ചെയ്യണം? ഇനി എനിക്ക് വയ്യ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ വേണ്ടി. അച്ഛനെ വന്ന് കണ്ടതിന് ശേഷം ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഡോക്യുമെൻ്റ് എല്ലാം റെഡിയാക്കി അച്ഛനെ കാണാം എന്നുള്ള രീതിയിൽ തന്നെ ഇന്നലെ തീരുമാനിച്ചു. ഞാൻ ലീവ് എടുത്തു. അതെല്ലാം തീരുമാനിച്ചതിന് ശേഷം വൈകിട്ട് ഒരു 8:30 ആയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് 8:45 ആയപ്പോഴത്തേന് എനിക്കൊരു മെസ്സേജ് വന്നു. പുള്ളി 4,50,000 രൂപ എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു. 4,50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, ബാക്കി എൻ്റെ ഇന്നത്തെ ലിമിറ്റ് കഴിഞ്ഞു, നാളത്തേന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിവിടെ വന്ന് ഞാൻ അച്ഛനെ കാണാം എന്നുള്ള രീതിയിൽ ഇവിടെ രാവിലെ വന്നപ്പോൾ ടൈം കഴിഞ്ഞ് പോയി, 1:30 കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ജപമാല എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. 2ാമത്തെ ജപമാലയായപ്പോഴത്തേന് എനിക്ക് ബാക്കി 25,000 ഒഴിച്ചിട്ട് ബാക്കി 9,75 എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നു. ഇനി ബാലൻസ് 25,000 രൂപയും കൂടെ കിട്ടാനുള്ളൂ. ഞാൻ അച്ഛനെ കാണാൻ വന്നിരുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ മാതാവ് എനിക്ക് 22-ാം തീയതി എന്ന് പറയുന്നത് മറ്റന്നാളാണ്, അതായത് തിങ്കളാഴ്ച, നാളെ ഞായറാഴ്ച, നാളെ ബാങ്കില്ല, എന്തേലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അമ്മ എന്നെ സഹായിച്ചതിന് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ എനിക്ക് സാക്ഷ്യം പറയാനും എനിക്ക് ഇന്ന് തന്നെ പറ്റി. പക്ഷേ ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നില്ല ഞാൻ വന്നത്. അച്ഛനെ കണ്ട് ഇതിന് എന്താണ് സൊല്യൂഷൻ എന്നറിയാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഞാൻ അച്ഛനെ കണ്ടു. എൻ്റെ അച്ഛനും അമ്മ ഇവിടെയല്ല, വെളിയിലാണ്. അപ്പോൾ അവരുടെ അവർക്ക് വീടും സ്ഥലവും ഉള്ളത് അവിടെയാണ്, ഇവിടെ ഞങ്ങൾക്കില്ല. അപ്പോൾ അതൊന്ന് വിറ്റുമാറാൻ പറ്റുന്നില്ല. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പ്രമാണത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അച്ഛനെ വന്ന് ലാസ്റ്റ് കണ്ടു പോയിരിക്കുന്നത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങി, ഞാൻ രോഗികളെ ഹോസ്പിറ്റലുകളിൽ പോയി, എൻ്റെ ഓഫീസിൽ ഞങ്ങൾ 3 പേരുണ്ട് ഉടമ്പടി എടുത്തേക്കുന്നത്. അപ്പം ഞങ്ങൾ 2 പേരുമാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരാറുണ്ട്. വന്ന് പത്രം മേടിച്ച് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികളെ കണ്ട് ഇത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതല്ലാതെ നമ്മൾ മാർക്കറ്റിൽ പോയി കൊണ്ട് നടന്ന് ഓരോരുത്തർക്കും കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ ഒരു 3-4 വർഷത്തിനിടയിൽ ഞങ്ങളുടെ കൂടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിലെ ഒരു ആൾ മരിച്ചുപോയി. അപ്പോൾ പുള്ളിയുടെ മോള് തന്നെയാണ്, വൈഫും മരിച്ചു പോയതാണ്.
അപ്പോൾ എന്തേലും സഹായിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എനിക്കൊരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി മരിച്ച ആ സമയത്ത് തന്നതാണ്. പക്ഷെ ഞാനതൊരു 1 വർഷത്തേന് ഞാനത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ആ കുട്ടി എന്തെടുക്കും, അതിന് അച്ഛനും ഇല്ല, അതിന് അമ്മയില്ല. 1 വർഷത്തേന് ഞാൻ ആ കുട്ടീനെ ഞാൻ സഹായിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ അതുകൂടാതെയുള്ള ചൈൽഡ് ഹെൽപ്പ് ലൈനിലുള്ള ഇട്ട് തരുന്നതിനെല്ലാം ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ പ്രേക്ഷിത വേലകളും കാരുണ്യ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാത്തിനും തന്നെ ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു നിയോഗമുള്ളതെന്ന് പറയാൻ വേണ്ടിയുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ കാര്യത്തിലാണോ വിൽക്കാൻ വേണ്ടിയുള്ളത്. അതും എൻ്റെ മാതാവും എൻ്റെ ഈശോയും നടത്തി തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട്. പക്ഷേ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇത്രയും വർഷമായിട്ടും എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ മാതാവും ഈശോയും എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ എങ്ങനെയായിരുന്നു അവിടെ നിന്നെല്ലാം ഇത്രയും സഹനങ്ങളിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ വിശ്വാസം മാത്രം പോരാ, വിശ്വസ്തതയിലൂടെ ജീവിക്കണം. കാരണം അവൻ നടന്ന വഴിയിലൂടെ നടക്കണം. ആ വഴിയിലൂടെ എല്ലാം എന്നെ നടത്തിയിട്ടുണ്ട്. എനിക്കറിയാം എന്നെ ഈശോയിലേക്ക് തന്നെ എത്തിച്ചേർക്കാൻ വേണ്ടിയാണ് എൻ്റെ മാതാവ് എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നേക്കുന്നുള്ളത്. ഞാനൊരു അക്രൈസ്തവയാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നതും എടുക്കുന്നതും എല്ലാം ഈ മാതാവിലും ഈശോയിലുമാണ്.